ശിവ ഭിക്ഷക്കാരന്റെ വേഷത്തിൽ വന്നതിന്റെ കാരണം നിങ്ങൾക്ക് അറിയാമോ? ഒരിക്കൽ അഞ്ജനാദേവി ഒരു കുഞ്ഞിനായി ശിവഭഗവാനെ ധ്യാനിച്ച് പൂജ ചെയ്യുകയായിരുന്നു. അപ്പോൾ ഒരു ഭിക്ഷക്കാരൻ വീടിന് പുറത്തുനിന്ന് അമ്മേ, എനിക്ക് വിശക്കുന്നു, കഴിക്കാൻ എന്തെങ്കിലും തരൂ എന്ന് ചോദിച്ചു. ഇത് കേട്ട അഞ്ജനാദേവി ആ ഭിക്ഷക്കാരനെ അകത്തേക്ക് ക്ഷണിച്ചു. അയ്യ, ആദ്യം കൈകൾ കഴുകി വരൂ എന്ന് പറഞ്ഞു. എന്നാൽ ആ ഭിക്ഷക്കാരൻ എനിക്ക് കൈ കഴുകുന്ന ശീലമില്ല, നീ ഭക്ഷണം വിളമ്പൂ എന്ന് അഹങ്കാരത്തോടെ പറഞ്ഞു. അതിഥിയെ അപമാനിക്കരുതെന്ന് കരുതി അഞ്ജനാദേവി ശാന്തയായി ഭക്ഷണം വിളമ്പി. ആ ഭിക്ഷക്കാരൻ, നിനക്ക് പാചകം ചെയ്യാൻ അറിയാമോ? ഈ ഭക്ഷണത്തിന് ഒരു രുചിയുമില്ല എന്ന് കുറവ് പറഞ്ഞുകൊണ്ടേയിരുന്നു. ശിവഭഗവാനായി കരുതി വെച്ചിരുന്ന എല്ലാ ഭക്ഷണവും അയാൾ കഴിച്ചു തീർത്തു. അഞ്ജനാദേവിക്ക് വലിയ ദേഷ്യം വന്നുവെങ്കിലും അത് പുറത്തു കാണിക്കാതെ അവർ അടങ്ങിയിരുന്നു. ഭക്ഷണം കഴിച്ച ശേഷം ആ ഭിക്ഷക്കാരൻ, ഈ ഭക്ഷണം ഞാൻ കഴിച്ചതുകൊണ്ട് നിനക്ക് കുറച്ചെങ്കിലും പുണ്യം കിട്ടും. ഇത് ആ ശിവനാണ് കഴിച്ചിരുന്നതെങ്കിൽ നിനക്ക് പുണ്യം ലഭിക്കില്ലായിരുന്നു, പ്രശ്നങ്ങളെ ഉണ്ടാവുമായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവഹേളിച്ചു. ഇത് കേട്ട അഞ്ജനാദേവിക്ക് ദേഷ്യം സഹിക്കാനായില്ല. എന്റെ ശിവഭഗവാനെ കുറിച്ച് ഇനിയൊരു വാക്ക് മിണ്ടിപ്പോകരുത് എന്ന് അവർ ദേഷ്യപ്പെട്ട് ഉറക്കെ പറഞ്ഞു. ഉടനെ ആ ഭിക്ഷക്കാരൻ ശിവഭഗവാനായി രൂപം മാറി. അപ്പോൾ ശിവൻ പറഞ്ഞു, നിന്റെ ഭക്തിയും ക്ഷമയും കണ്ട് എന്റെ മനസ്സ് അലിഞ്ഞുപോയി. നിന്റെ ഭക്തിക്കുള്ള സമ്മാനമായി ഹനുമാൻ എന്ന പേരിൽ ഞാൻ തന്നെ നിനക്ക് മകനായി ജനിക്കും എന്ന് വരം നൽകി. അതിനുശേഷം അഞ്ജനാദേവിക്ക് അതിശക്തനായ ഹനുമാൻ ജനിച്ചു. ഈ പോസ്റ്റ് ലൈക്ക് ചെയ്ത് കമന്റിൽ ജയ് ഹനുമാൻ എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വിവരം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.